റഹീസ്, ഇപ്പോൾ അടൂർ പ്രകാശ് അസ്വസ്ഥനാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം അസഹിഷ്ണുതയോടെ തുടക്കത്തിൽ മുതൽ പ്രതികരിക്കുന്നത് കണ്ടു. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? വളരെ യാദൃശ്ചികമായി തന്നെ വിളിപ്പിച്ചു, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുകൊണ്ട് പോയി എന്ന മട്ടിലാണല്ലോ അദ്ദേഹം പറയുന്നത്. സ്മൃതി, വളരെ കൂളായിട്ട് മറുപടി പറയാനുള്ള ഒരു ശ്രമമാണ് അടൂർ പ്രകാശ് നടത്തിയത്. വലിയ കാര്യമൊന്നുമില്ല ചോദ്യം ചെയ്യലിൽ എന്നാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം പറയാൻ അങ്ങനെ ആളുകളെ കേൾക്കുന്ന ആളുകളെ ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് പോറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു, അതിനൊക്കെ കൃത്യമായ മറുപടിയും നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അടൂർ പ്രകാശ് പറയുന്നുമുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യത്തിലാണ് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടായോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകുന്നില്ല. ഒപ്പം സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നില്ല. 2019 ആറ്റിങ്ങൽ MP ആയി അടൂർ പ്രകാശ് വരുന്നത്. അതിനുശേഷം മാത്രമാണ് വോട്ടർ എന്ന നിലയിൽ പരിചയം എന്നതാണ് തുടക്കം മുതൽ അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം കോന്നി MLA ആയിരുന്ന സമയത്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അതേക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം ഒരു വ്യക്തതയും നൽകിയില്ല. ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, നോട്ടീസ് നൽകേണ്ടി വന്നാൽ നൽകുമോ എന്ന് സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അറസ്റ്റ് അല്ല മറ്റു നടപടികൾ തിരിച്ച് അയാളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ വീണ്ടും വിളിപ്പിക്കുമോ എന്നതിലൊരു സൂചന നൽകാറുണ്ട്. അങ്ങനെ ഒരു സൂചന താങ്കൾക്ക് കിട്ടിയോ എന്ന ചോദ്യത്തിനും അദ്ദേഹം പ്രകോപിതനായി മറുപടി നൽകുക മാത്രമാണ്, കൃത്യമായ മറുപടി നൽകിയില്ല. പക്ഷേ അടൂർ പ്രകാശ് പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും. കാരണം അടൂർ പ്രകാശ് 3-4 മിനിറ്റ് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെറുതെ തിരുവനന്തപുരത്തുള്ളപ്പോൾ വിളിപ്പിച്ചു, പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു, പറഞ്ഞു വിട്ടു എന്നതാണ് അടൂർ പ്രകാശ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്കറിയാം ഏതാണ്ട് 2.5 മണിക്കൂർ അടൂർ പ്രകാശിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യണമെങ്കിൽ അത്രയധികം 2.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അത്രയധികം വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളായിരുന്നു, അത് സാമ്പത്തിക ബന്ധമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ, മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമല്ല എന്ന കാര്യം വ്യക്തമാണ് എന്നാണ് SITയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റിന് പോലും അടൂർ പ്രകാശിന്റെ ഒരു സഹായമുണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ പോലും അടൂർ പ്രകാശിന്റെ വരവിലും പോക്കിലും പോലും ഒളിച്ചുകളിയുണ്ട്. സാധാരണഗതിയിൽ അടൂർ പ്രകാശ് പറയുന്നത് പോലെ വളരെ സിമ്പിളായ ഒരു നടപടിക്രമമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് MP എന്ന ബോർഡ് എഴുതിയ ഒരു ഇന്നോവ വാഹനമാണ് വർഷങ്ങളായി നമുക്ക് അടൂർ പ്രകാശിനെ അറിയാം അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ വാഹനം മാറ്റി മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ ഒരു ഡോക്ടറുടെ എംബ്ലം ഒട്ടിച്ചിട്ടുള്ള ഒരു സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ PA ആയ ജയപ്രകാശുമൊപ്പം എത്തിയിട്ടുള്ളത് എന്നത് നമ്മൾ തിരിച്ചുപോയപ്പോൾ വ്യക്തമായതാണ്. അതായത് നേരത്തെ തന്നെ അടൂർ പ്രകാശിന് SITയുടെ നോട്ടീസ് ലഭിച്ചിരുന്നു എന്ന കാര്യം അതിൽ നിന്ന് ഉറപ്പിക്കാം. അത് വെറുതെ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് വന്നതല്ല, കൃത്യമായി സമയവും സ്ഥലവും SIT അറിയിച്ചതനുസരിച്ച് അടൂർ പ്രകാശ് ചോദ്യത്തിൽ ഹാജരായതാണ്. അതുകൊണ്ടാണ് ഔദ്യോഗിക വാഹനം, സ്വന്തം വാഹനം ഉപേക്ഷിച്ച് അത് മാറ്റി നിർത്തി മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം സ്വകാര്യ വാഹനത്തിലാണ് ചോദ്യം ചെയ്യലിനായി അടൂർ പ്രകാശ് എത്തിയത്. TV പ്രസാദിലേക്ക്. പ്രസാദ്, 2.5 മണിക്കൂർ ചോദ്യം ചെയ്യൽ, അത് മണ്ഡലത്തിലെ ഒരു വോട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികതയില്ല എന്ന് പറയുമ്പോൾ SITയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് കോൺഗ്രസിലെ മറ്റു നേതാക്കൾ ചെയ്യുന്നത് പോലെ അടൂർ പ്രകാശ് കടന്നിട്ടില്ല എന്നുള്ള പ്രധാനമാണ്. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് വ്യക്തതയില്ല എന്നല്ലേ ആ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും സ്മൃതി, അത് തന്നെയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സാധ്യത തന്നെയാണ് ഈ മറുപടിയിൽ എല്ലാം ഉള്ളത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം പതിവ് പോലെ റിപ്പോർട്ടർ TVയോടുള്ള അമർഷം പ്രകടിപ്പിക്കുകയാണ് ഇന്നും അടൂർ പ്രകാശ് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് സ്മൃതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ എല്ലാ വാർത്തകളും ആദ്യം പുറത്തു കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് റിപ്പോർട്ടർ TV. സ്വാഭാവികമായി അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വാർത്തകളും ആദ്യം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കണം കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും റിപ്പോർട്ടർ TVക്കെതിരായ ഒരു രോഷപ്രകടനം അടൂർ പ്രകാശിൻ്റെ ഭാഗമായി
ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടൂർ പ്രകാശിന്റെ മറുപടിയിലേക്ക് വന്നാൽ ഇത് പൂർണ്ണമായും രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് വരെ KC വേണുഗോപാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത് എങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് അടൂർ പ്രകാശ് പോയില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല സ്മൃതി, ഈ ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ UDFന്റെ കൺവീനർ എന്ന നിലയിൽ അടൂർ പ്രകാശിന് പറയാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ല. അതാണ് രാഷ്ട്രീയമായ ഒരു പ്രതികരണത്തിലേക്ക് അടൂർ പ്രകാശ് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.